ശാന്തനു ലോഡിനാണ്. ശാന്തനു ലോഡ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ചാമ്പ്യനിയായിട്ട്. നല്ലൊരു സ്റ്റോറി ടെല്ലറായിരുന്നു. ദില്ലിയിൽ വെച്ചൊരു അപകടത്തിൽ പെട്ട് 1 വർഷത്തോളം കിടപ്പിലായിരുന്നു. ചന്ദ്രനായിട്ടുള്ളൊരു കൂടിക്കാഴ്ച തന്നെ വളരെ ആകസ്മികമാണ്. ഒരുമിച്ച് പഠിച്ചുവെങ്കിലും ഒരു പ്രത്യേക സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും ഓരോ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നതും ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ചന്ദ്രനിയിൽ അന്ന് പെർഫോമൻസ് ഒന്നും അങ്ങനെ ആരും ചെയ്യാറില്ല. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വലിയൊരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് KG സുബ്രഹ്മണ്യം റിട്ടയർഡ് ആവുന്നത്. ആദ്യത്തെ എൻ്റെ പെർഫോമൻസ് അന്നത്തെ ഒരു ഈവനിങ്ങിൽ KGSന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചന്ദ്രനിൻ്റെ ഫോട്ടാണ് ഞാൻ അന്ന് ഉപയോഗിച്ച ആ ഒരു പെർഫോമൻസിൽ. അങ്ങനെയാണ് ചന്ദ്രനായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നത്. പിന്നീട് അത് വളർന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പലപ്പോഴും പല രീതിയിലും ചെയ്യുകയുണ്ടായി. ഒന്നെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു ഡ്രോയിങ് ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് കൃഷ്ണകുമാറിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് മേളയിൽ ഞങ്ങൾ ചെയ്തതാണ്. പിന്നീട് ദില്ലിയിൽ ചെന്നതിന് ശേഷം ഭോപ്പാൽ വരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തതാണ്. ഭോപ്പാലിൽ നിന്ന് ഞാൻ അഹമ്മദാബാദിലോട്ടും ശാന്തനു ദില്ലിയിലോട്ടാണ് പോയത്. ആ പോയ സമയത്തൊക്കെ ഞാനൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു മെമ്മറി ആയിരുന്നു അതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടത്തിൽ പെട്ട് ശാന്തനു പാരലൈസ് ചെയ്ത് കിടക്കുമ്പോൾ സംസാരിക്കാൻ കൂടി കഴിയാതിരുന്നപ്പോഴും, പോകണമെന്ന് വിചാരിച്ചിട്ട് പോലും പോകാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ ഭയങ്കര ഒരു സംഭവമാണ്. ചിലപ്പോൾ താങ്ങാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ചന്ദനു മരിച്ചു. ആ സമയത്ത് ചന്ദനുവിൻ്റെ വൈഫ് എനിക്കൊരു ലെറ്റർ അയച്ചു. അത് ഞാനിവിടെ വായിച്ചിട്ട് തുടങ്ങി. വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് എടുക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത്, ഇതൊക്കെ വളരെ പേഴ്സണൽ അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ പേഴ്സണൽ എന്ന് പറയുന്നത് വളരെ ഇമ്പേഴ്സണലും കൂടിയാണ്. കാരണം അതിൻ്റെ ഒരു സോഷ്യൽ റിലവൻസ് അവിടെയാണ്. ഡിയർ മുരളി, hope you are well. I am trying to dig a bit into the history of performance art in India for a small text, trying to trace its origin in Indian context. As you have been practicing performance art for a while, I thought of asking you these questions. When or how did you get to know about performance art? Second, when did you perform for the first time? Third, what motivated you to do performance? Fourth, who were your contemporaries performing? Maybe I write more questions as I work in the text. Hope I'm not bothering you too much. Regards, Manmeet. ഇത് മന്മിത എഴുതുന്നത് ശാന്തനു ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ്. ഞാൻ അതിൻ്റെ മറുപടി വളരെ സിമ്പിളായിട്ട് കൊടുത്തു. മറുപടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് പോലത്തെ സാധനങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നതൊക്കെ തന്നെ. വളരെ സിമ്പിളാണ് ചോദ്യങ്ങളൊക്കെ. ശരി. പെർഫോമൻസ് ആർട്ട് ഇസ് നൗ. പെർഫോമൻസ് ആർട്ട് ലൈവ്. പെർഫോമൻസ് ആർട്ട് reveals itself in the present. Artists engage in the act of creation as he performs. Performance art manifestation and outcome cannot be known in advance. Reenactment of historical work is theatre, not performance art. ഇത് പറയുമ്പോഴാണ് നിങ്ങൾ ആവശ്യപ്പെടും ചിലപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം എവിടെയുണ്ട്. കോസ്റ്റ്യൂം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ പഴയ കോട്ടാണ്. ഇത് എൻ്റെ പഴയ കോട്ടാണ്. പക്ഷെ എനിക്കൊരു പുതിയ സാധനം എൻ്റെ ഫ്രണ്ട് തന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്
ഇതിലെല്ലാം ഉണ്ട് ശരി. സംസാരിക്കാനും ചോദിക്കാനും കരയാനും എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെക്കാനൊക്കെ കഴിയുന്നു. ഇത് രാധ തന്നത്. ഇന്ന് ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഞാൻ അവിടെ റൂമിൽ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് രാധ തന്നതാണ്. പ്രിയുണ്ട്. ഞാനത് ജോന നീറ്റിനെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഞാനിത് പറയുമ്പോൾ ജോന നീറ്റിനെ കുറിച്ചിട്ട് പറയേണ്ടത് ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും സ്റ്റിൽ ലൈഫ് വരച്ചിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാന്തിനികേതനിൽ രാംകിങ്കർ ലൈഫ് സ്റ്റഡി തുടങ്ങുന്ന സമയത്ത് വേറൊരു കോളേജിലും ലൈഫ് സ്റ്റഡി ഇല്ല എന്ന് പറയും. ആ ലൈഫ് സ്റ്റഡിയുടെ ഗുണം എന്തായിരുന്നു പ്രത്യേകത? ഹിസ്റ്റോറിക്കലി അതൊരു ചേഞ്ചായിരുന്നു. ആ ചേഞ്ച് എന്ന് പറയുന്നത് സ്ത്രീകളെ സ്ത്രീകളായി കാണാനുള്ളൊരു ചേഞ്ചായിരുന്നു. കാരണം അങ്ങനെ ഒരു വളരെ റിമോട്ട് വില്ലേജിൽ നിന്ന് വളർന്നു വന്ന, വളരെ അടിത്തട്ടിൽ നിന്ന് വളർന്ന ഒരു കലാകാരൻ. ആ കലാകാരൻ്റെ ചോദ്യങ്ങൾ ഇന്നും റിലവൻ്റാണ്. ആ സമയത്ത് ഞങ്ങൾ തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് ലൈഫ് സ്റ്റഡി ഇല്ല, ന്യൂഡ് സ്റ്റഡി ഇല്ല. ആ ന്യൂഡ് സ്റ്റഡി ക്യാരി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നും റിലവൻ്റാണ്. അതുകൊണ്ടാണ് എനിക്ക് കോട്ട് വേണം, പെർഫോം ചെയ്യണമെങ്കിൽ എനിക്ക് കോട്ട് വേണം. എൻ്റെ കോട്ട് നിങ്ങളാൽ തയ്ച്ചതാണ്. ഞാൻ ഇതിടുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കിരീടം എവിടെ? കിരീടം ഉണ്ട്. കിരീടം ഞാൻ കാണിച്ചു. ഞാൻ കണ്ണാട വെച്ച് പെർഫോം ചെയ്തതെന്ന് വെച്ചാൽ കണ്ണു കണ്ടുകൂടാ. ഇതെടുത്ത് കഴിഞ്ഞാൽ വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ണാട വയ്ക്കും. വീണ്ടും വയ്ക്കാം. കാണാം. ചിരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ. ഒരു കഥ പറയാം. ജോന നീറ്റൻ ബൗഹസിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റിൽ ലൈഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു കുട്ടികളോട്. സ്റ്റിൽ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിൽ ലൈഫ് വരച്ച എല്ലാ പേപ്പറും ജോന നീറ്റൻ കീറിക്കളയാണ്. പറയുന്നത്, ഈ ലെമണിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കാണുന്നില്ല ലെമൺ. നിങ്ങൾ വരയ്ക്കുന്നത് വളരെ വളരെ ടെക്നിക്കലായിട്ടാണ്. നിങ്ങൾക്കതിൻ്റെ റിയാലിറ്റി മനസ്സിലാവണം. നിങ്ങളത് വരയ്ക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വരപ്പിക്കാം ജോന നീറ്റൻ. ആ സമയത്ത് എൻ്റെ ചിരി കാണുന്നുണ്ടോ? ഞാൻ ചിരിക്കുന്നുണ്ടോ ഉള്ളിൽ കേട്ടാ? ആ സമയത്ത് ഈ ലെമൺ ജോന നീറ്റൻ എടുപ്പിക്കുകയാണ് കുട്ടികളെ കൊണ്ട്. എടുത്തിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് ഓരോരുത്തരുടെ വായിലും വെച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ വായിലും വെച്ചു കൊടുത്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ലെമണിന്റെ ടേസ്റ്റ് കിട്ടി. ആ ടേസ്റ്റ് കിട്ടിയപ്പോൾ ജോന നീറ്റൻ ചോദിച്ചൊരു ചോദ്യം, ആ ടേസ്റ്റ് നിങ്ങളുടെ പേപ്പറിലുണ്ടോന്നു. രാംകിങ്കർ ശരിക്കും പറഞ്ഞാല് ഒരു ബുള്ളിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് ചോദിച്ചത്. അതിന്റെ എല്ലുകളുടെ പേര് ചോദിച്ചിട്ടാണ് രാംകിങ്കർ ആ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചത്. വ്യത്യാസം എന്തായിരുന്നു അറിയാം. ഒരു മനുഷ്യൻ ഒരു നാട്ടിൻ പുറത്തുനിന്ന് ചെറിയൊരു കൊച്ചിനെ പോലെ ടാഗോറിന്റെ അടുത്ത് എത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, വളരുന്നു. ജോന നീറ്റൻ ലോകം മുഴുവനും അറിഞ്ഞ് തിരിച്ച് ചോദിക്കുന്ന ചോദ്യം. ഈ രണ്ടുമാണ് ശരി. ഇവിടെ ഞാൻ വരച്ചാൽ ശരിയാവുമെന്ന് അറിയില്ല. ഞാൻ വരയ്ക്കും. ആ ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. രാധയ്ക്കറിയാം ആ ലാൻഡ്സ്കേപ്പ് എന്താണെന്ന്, അല്ലേ?
is real. Performance art operates on a human scale. It exists on the same plane as those who witness it. The artist uses real materials and actions. Artist is no one other than himself. There are no boundaries between art and life. The time is now. Time is only now. Time is now. Time is only now. The place is only here. Here. The performance art requires risk. The artists take physical risk using their bodies. The artists take psychic risk as they comfort their limits. The artists take psychic risk as they confront their limits. Witnessing a performance challenges an audience's own sense of self. Sponsoring performance art, it's an unpredictability, because taking risk, failure is more possible. Failure is more possible. Performance art is not an investment object. The work cannot be separated from the maker. It cannot be held. It cannot be saved. It cannot be reproduced. The performance art is an experience, shared time, space, and actions between people. The record of performance art resides in the bodies of the artist and the witness. Performance art is empirical. It is an action created by an artist for the specific time and place. Witness are private to the unique experience that will never happen again. Performance art reveals the vulnerability of living. Performance art reminds us that life is fleeting. We are only here now. The performance art is happening now, here. ഇത് എൻ്റെ കളക്ഷനിൽ നിന്നുള്ള ചെറിയ ബുക്കുകളാണ്. നിങ്ങൾ പരിചയപ്പെടുത്താന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതിൽ ഒരു കാര്യം മാത്രമാണ് ഗ്രാംഷി പറഞ്ഞിരുന്നത്. അത് ഞാൻ വായിച്ചു. നിങ്ങൾ കേൾക്കുമല്ലോ. ഒരു സംതൃപ്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് മലയാളത്തിൽ എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ശരിക്കും പെർഫോമൻസ് ആർട്ടിന്റെ വേറൊരു തലം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ത്യ ജയിൽക്കുറിപ്പി എന്നാണ് ഒരു ചെറിയൊരു ഭാഗം. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ചില ബുദ്ധിജീവികളുടെ ചരിത്രപരമായ പങ്കിനെ കുറിച്ചുള്ള ഗ്രാംഷിയുടെ കണ്ടെത്തലുകൾ പൗരസമൂഹത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ വിശകലനത്തിന്റെ അനിവാര്യതയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയുണ്ടായി. എല്ലാം ചരിത്ര സമ്മർദ്ദങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ചരിത്രപരമായ ചിന്താപരതകളുടെയും അടിത്തറയിലാണ് എല്ലാ പൗരസമൂഹവും നിലവിൽ വന്നതെന്ന് അന്വേഷിച്ചറിയേണ്ടതിന്റെ ആവശ്യം ഗ്രാംഷി എടുത്തു പറയുന്നു. വിശാലമായ ചരിത്ര പരിഗണനക്കുള്ളിൽ വെച്ചിരിക്കുന്ന വലിയ പങ്കാണുള്ളതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് പൗരസമൂഹത്തിന്മേൽ ചെലുത്തപ്പെടുന്ന സ്വാധീനത്തെ ചരിത്ര ശക്തികൾ എന്ന നിലയിൽ തന്നെ വിലയിരുത്തണം. ബുദ്ധിജീവികളും ഭൗതികതയും ചരിത്ര ശക്തികളുടെ പദവിയിലേക്ക് ഉയരുന്നത് അതുകൊണ്ടാണ്. ഇത്തരമൊരു വീക്ഷണകോണിലൂടെ പരിശോധിക്കുന്നതോടെ അക്കാലം വരെ മാർക്സിസ്റ്റ് ചിന്താപാരമ്പര്യം ഭൗതികതയ്ക്കും ബുദ്ധിജീവികൾക്കും നൽകിയതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ സ്ഥാനമാണ് ഗ്രാംഷിയുടെ ചിന്തയിൽ അതിനുള്ളതെന്ന് വ്യക്തമാണ്. ഇനി ഞാൻ ഒരു വരയും കൂടി വരയ്ക്കും. ഇത് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈൻ മാത്രമാണ് കേട്ടോ.
ഹൈഡ് ചെയ്യാൻ ഹൈഡ് ചെയ്തു ഹൈഡ് ചെയ്തു ഇതിലെ ഇത് മറീന അബ്രാമറ്റിന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ഒരു പാരഗ്രാഫിൽ 2 വരി മാത്രം ഞാൻ വായിച്ച് നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാക്കി മാറ്റി ഞാൻ. A feeling of love, everything and everyone. There was a warm air coming from inside and outside at the same time. ഇനി നിങ്ങൾ വായിക്കണം, വാങ്ങി ഈ ബുക്കുകൾ വായിക്കണം കേട്ടോ. ഞാനിത് എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ബുക്ക്, ഞാൻ വിൽപ്പനക്കാരനും കൂടിയാണ് കേട്ടോ. 2 ബുക്കും ഇത് പെർഫോമൻസ് ആർട്ടിനെ കുറിച്ചുള്ള പെൺചിന്തകളാണ് കേട്ടോ. ഇത് അറിയാലോ, പുതിയ ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് മെറിൻ ഫയർ എഴുതിയിട്ടുള്ള ഒരു ബുക്ക്. ഇത് 2 ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിലൊരു സെൻറ്റൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു ബിലോങ്ങിങ് ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റും. കാരണം ഞാനെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റാണ്. സം റിഫ്ലക്ഷൻസ് ഓൺ സെപ്പറേറ്റിസം ആൻഡ് പവർ. തിങ്ക് അബൌട്ട് കേട്ടോ. ഓൺ ബീയിങ് വിത്ത് തിങ്കിങ് ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റേസ് ആൻഡ് റേസ് സുപ്രമസി കേട്ടോ. ഇതിനൊരു ചരിത്രമുണ്ട് ഈ ബുക്കിന്. ഈ ചരിത്രം എന്ന് പറയുന്നത്, ഞാനും എൻ്റെ സുഹൃത്തും ഒരു സ്ട്രീറ്റിൽ, ലണ്ടനിലെ ഒരു സ്ട്രീറ്റിൽ നടക്കുമ്പോൾ ഒരു ചെറിയൊരു ബുക്ക് ഷോപ്പ് കണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാണ്. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങി. ഞാനൊരു കൊളോണിയൽ നാട്ടിൽ നിന്ന്, അതായത് എങ്ങനെയൊക്കെ തകർന്ന് തരിപ്പണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് പോയ ഒരു കലാകാരനാണ്. ഞാനും എൻ്റെ സുഹൃത്തും. സന്തോഷമായിരുന്നു അത്. ഞങ്ങൾ 2 പേരും പോയി കുറേ സാധനങ്ങൾ വാങ്ങി. കുറേ പൈസ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ വേറൊരു സുഹൃത്ത് ചോദിക്കുകയാണ്, ഈ തൊപ്പിക്ക് എന്താ വില, ഈ ബുക്കിന് എന്താ വില എന്ന് ചോദിക്കുകയാണ്. ഇത് അധികമൊന്നുമില്ല, ഒരു $90. അപ്പോൾ ആള് നിന്ന്, ആ കലാകാരൻ വലിയൊരു കലാകാരനാണ്, നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. $90 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്ന് മുരളിക്ക് മനസ്സിലായത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് വാങ്ങിയത്. എനിക്കിനി പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ജോന ഗീറ്റിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കഥ. ആ കഥയ്ക്ക് ആദ്യവും അവസാനവും ഇല്ല. കാരണം എൻ്റെ തലയിൽ മുഴുവനും കോവിലിനും പട്ടത്തുകളെയാണ്. ഈ 2 പേരുമാണ് ശരിക്കും പറഞ്ഞാൽ കഥ എഴുതുക. അപ്പം അതുകൊണ്ട് ഈ ആദ്യം അവസാനം തുടക്കം മിഡിൽ അല്ലാതെ വെച്ചിട്ട് കഥാതന്തു അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ബിബ്ലിയോഗ്രഫി ആദ്യമായി, അതേപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ സാങ്കേതിക വേർഡുകൾ സാധനങ്ങൾ. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു റീഡിങ് ഹാബിറ്റ് കൾച്ചറുള്ളത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ മഹാരാജാസിലൊക്കെ മഹാരാജാസിൽ ഒരു ജെൻഡർ ബാത്റൂം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് മലയാളികൾ വളരെ പരോക്കിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജീവിച്ചത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ മറികടക്കുന്ന ഒരു കൾച്ചറൽ വെരിയുമാണെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. ആ കഥ എനിക്ക് പറയാൻ താല്പര്യം. ഞാൻ നിർത്തേണ്ടത് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് പ്രാക്ടീസാണ്. അതുകൊണ്ട് ഞാൻ ബിബ്ലിയോഗ്രഫി വായിക്കും. നിങ്ങൾക്കൊരു അറിവോ കൂടിയാണ്. ആ അറിവിനെ പകർന്നു നൽകുക എന്നുള്ളതാണ് ഒരു പെർഫോമറുടെ ഒരു ജോലി. ഞാനതിൽ വിശ്വസിക്കുന്നു. ഗാനഗീറ്റിനെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. മേൽക്കോയ്മ, പ്രത്യയശാസ്ത്രാധിഷ്ഠിത്വം, പ്രത്യയശാസ്ത്ര മേൽക്കോയ്മ, തീർച്ചയായത്, സാധാരണ, സന്തുലിനാവസ്ഥ, തിന്മയ്ക്കെതിരായ ചെറുത്തുനിൽപ്പില്ലായ്മ, കരുനീക്കത്തിൻ്റെതായ യുദ്ധം,
ചലനാത്മകത, യുദ്ധം, യുക്തിപരമായ കേവലം, ഭരതവാക്യം, യാദൃശ്ചികത, സംയോജാവസ്ഥ, അന്തരം, അനിർവചനീയവും അജ്ഞാതവുമായ തത്വം, ദൈവം, ചരിത്ര രചനാശാസ്ത്രം, രാഷ്ട്രീയ സമവാക്യങ്ങൾ, ചരിത്ര പുരുഷന്മാർ. ഇതും കണ്ട് ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന സാധനമാണ്. പെർഫോമൻസിന് ഇതിനൊന്നും ആവശ്യമില്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാനിവിടെ നിർത്താം. താങ്ക് യു.